സഞ്ചാരി അമ്മി യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വീണ്ടും ഇന്നൊരു യാത്രയിലാണ്. ഇന്ന് പോണത് ഫ്രം ചെന്നൈ. ഓൾമോസ്റ്റ് യാത്ര പകുതിയായി. ഇപ്പോൾ പോണ്ടിച്ചേരി എത്താറായി. ഞാൻ പോണത് എവിടെയാണെന്ന് പറഞ്ഞല്ലോ. പോണത് ചിദംബരത്തിലേക്കാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒരു അമ്പലം കൂടിയുണ്ട്, അതുപോകെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, എൻജോയ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചെന്നൈ ടു ചിദംബരം എന്ന് പറയുന്നത് 234 കിലോമീറ്ററാണ് ഏകദേശം. നമുക്ക് വേണമെങ്കിൽ 1 ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ഏകദേശം 4-4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെന്നൈ ടു ചിദംബരം എത്താൻ പറ്റും. അപ്പോൾ ഞാൻ പാക്കേജൊന്നും അല്ല, ഞാൻ അല്ലാതെ റെഫറൻസ് ത്രൂ ആണ് പോയത്. ഞാൻ ആ കോൺടാക്ട് നമ്പർ താഴെ കൂടെ. തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് ഈ ചിദംബരം എന്ന് പറയുന്ന സ്ഥലം. ചിദംബരം വളരെ പുരാതനമായ ഒരു പട്ടണമാണ്. വ്യത്യസ്ത സമയങ്ങളിൽ 9-ാം നൂറ്റാണ്ട് വരെ പല്ലവർ, മധ്യകാല ചോളർ, പിൽക്കാല പാണ്ഡ്യന്മാർ, വിജയനഗര സാമ്രാജ്യം, തഞ്ചാവൂർ നായകർ, മറാത്തക്കാർ, ബ്രിട്ടീഷുകാർ എന്നിവരൊക്കെ ചിദംബരം ഭരിച്ചിരുന്നു. തില്ലൈ നടരാജ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭാഗമാണ് ദിവ്യദേശങ്ങളിൽ ഒന്നായ ദിവ്യശ്രീ ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം അഥവാ തിരുച്ചിത്രകൂടം. ചിദംബരം എന്നത് ചിത് അഥവാ ബോധം, അമ്പരം എന്നാൽ ആകാശം അല്ലെങ്കിൽ സ്ഥലം എന്നീ പദങ്ങളുടെ സംയോജനമാണ്. ഇത് ബോധത്തിൻ്റെ ആകാശം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ തില്ലൈ നടരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പട്ടണത്തിലാണ്. ശിവൻ നടരാജ നൃത്തം ചെയ്യുന്നതായി പറയപ്പെടുന്ന സ്ഥലം കൂടിയാണിത്. ശിവനുമായി ഈ പേര് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഈ ക്ഷേത്രം ഭൂമിയുടെ ഹൃദയമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മാംഗ്രൂവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ചിദംബരത്തിലാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ഭക്തി മൂവ്മെൻറ്റ്, അതൊരു ഹിന്ദു ഡിവോഷണൽ മൂവ്മെൻ്റ് ആണ്. അതിന് പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ചിദംബരം. ഈ കാണുന്നതാണ് കീളംബക്കം ബസ് ടെർമിനസ് അഥവാ ഔദ്യോഗികമായി പറയുന്നത് കലൈഞ്ചർ സെൻറ്റിനറി ബസ് ടെർമിനസ്. ഏകദേശം 88.5 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വിശാലമായ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് GST റോഡിലാണ്. കോയമ്പേട്ടിലെ മൊഫ്യൂസിൽ ബസ് സ്റ്റോപ്പിൻ്റെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2023 ഡിസംബറിൽ ഈ ബസ് ടെർമിനൽ തുടങ്ങിയത്. ഈ കാണുന്നത് SRM ഗ്രൂപ്പിൻ്റെ സ്ഥലമാണ് കേട്ടോ. അവർക്ക് ഒരുപാട് കോളേജും ഹോസ്പിറ്റലും സ്കൂൾസും അങ്ങനെ പല പല സ്ഥാപനങ്ങൾ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്നതാണ് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് 1985 ഒരു എൻജിനീയറിംഗ് കോളേജായിട്ടാണ് തുടങ്ങിയത്. 2002 ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി. ഇത് ചെന്നൈക്ക് അടുത്ത് കട്ടൻകുലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് കൊലവൈ ലേക്ക്. തമിഴ്നാട്ടിൽ വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ ചെന്നൈ നഗരത്തിന് ജലം എത്തിക്കുന്നതിനുള്ള പ്രധാന സോഴ്സാണ് ഈ ലേക്ക്. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് സദേൺ ട്രങ്ക് റോഡ് അഥവാ GST റോഡ് കൂടെയാണ്. ഇത് കൂടെയും വരാം. പിന്നെ ESR നമ്മൾ മഹാബലിപുരത്തേക്കൊക്കെ പോയില്ലേ, ആ റോഡ് കൂടെയും ചിദംബരത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് GST റോഡ് NH45ൻ്റെ ഭാഗമാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് റോഡാണ് ഇപ്പോൾ ഈ NH45. ചെന്നൈ, പെരുമ്പലൂർ, ട്രിച്ചി, ഡിണ്ടിഗൽ, തേനി ഹൈവേ എന്നുകൂടി ഈ GST റോഡ് അറിയപ്പെടുന്നുണ്ട്. ചെന്നൈയിലെ കത്യാപ്പാറ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയിട്ട് പേരമ്പല്ലൂർ, ട്രിച്ചി, ഡിണ്ടിഗൽ, തേനി എന്നിവിടങ്ങളിലേക്ക് ഈ റോഡ് നീളുന്നു.
നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പാലാർ നദീൻ്റെ മുകളിൽ കൂടെയാണ്. കർണാടകയിലെ നന്ദി ഹിൽസിൽ നിന്ന് തുടങ്ങിയിട്ട് തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന നദിയാണ് ഇത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ചെന്നൈക്ക് തെക്ക് വയലൂരിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഈ നദിക്ക് ഏകദേശം 348 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. ഒരു ടെമ്പററി പെർമിറ്റൊക്കെ എടുക്കണം. 100 രൂപയാണ്, ഇല്ലെങ്കിൽ നല്ല ഫൈന് കിട്ടും പിടിച്ചു കഴിഞ്ഞാൽ. പോണ്ടിച്ചേരി ഔദ്യോഗികമായി പുതുച്ചേരി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. 1954 വരെ ഇവിടെ ഒരു ഫ്രഞ്ച് കൊളോണിയൽ സെറ്റിൽമെൻ്റ് ആയിരുന്നു. തെക്കുകിഴക്കൻ തീരത്താണ് പോണ്ടിച്ചേരി സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 4 ചെറുതും വിച്ഛേദിക്കപ്പെട്ടതുമായ ജില്ലകൾ ഇതിൽ ഉൾപ്പെടുന്നു. ശ്രീ അരബിന്ദോ ആശ്രമം, കടൽ തീര പ്രൊമനേഡ്, മണകുള വിനായക ക്ഷേത്രം എന്നിവയാണ് ഇവിടുത്തെ പ്രശസ്തമായ ആകർഷണങ്ങൾ. കൂടാതെ ഫ്രഞ്ച് ക്വാർട്ടർ, ബൊട്ടാനിക്കൽ ഗാർഡൻ, ചുന്നമ്പർ ബോട്ട് ഹൗസ്, പാരഡൈസ് ബീച്ച്, റോക്ക് ബീച്ച് എന്നിവയൊക്കെയാണ് മറ്റ് ചില ആകർഷണങ്ങൾ. ഫ്രഞ്ച് ശൈലിയിലുള്ള വാസ്തുവിദ്യ, കഫേകൾ, ബുട്ടിക്കുകൾ എന്നിവ ഫ്രഞ്ച് ക്വാർട്ടറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങളൊരു ബീച്ച് ലവർ ആണെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു ബീച്ചാണ് പാരഡൈസ് ബീച്ച്. അതെങ്ങനെയാണ് പോകാമെന്ന് വെച്ചാൽ ഇവിടെ ചുന്നമ്പർ ബോട്ട് ഹൗസ് ഉണ്ട്. അവിടെ പോയി ഫെറി എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും അങ്ങോട്ടേക്ക് പോകാം. ബട്ട് മോസ്റ്റ്ലി വിസിറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ഫെറി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. നിങ്ങൾ പോണ്ടിച്ചേരി വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പാരഡൈസ് ബീച്ച്.